മണിപ്പൂരിൽ നിന്ന് വീണ്ടും അക്രമത്തിൻ്റെ വാർത്ത വരുന്നു. കർഷകർക്ക് നേരെ ആക്രമണമുണ്ടായി. വിളവെടുപ്പിനിടെ ഇറങ്ബാമിലെ കർഷകരെയാണ് ആയുധധാരികൾ ആക്രമിച്ചത്. അക്രമികളുടെ ക്യാമ്പ് തകർത്തതായി അസം റൈഫിൾസ് അറിയിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു മണിപ്പൂരിലെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തകളുമായി. ബൽറാം, യഥാർത്ഥത്തിൽ മണിപ്പൂരിലെ അക്രമം അത് ഒരു തുടർക്കഥയായി മാറുന്നു എന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ. എസ് കെ എൻ, തീർച്ചയായും മണിപ്പൂരിൽ തുടർച്ചയായി അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. പല ജില്ലകളിൽ നിന്നും ഒരേ സമയം ഇത്തരത്തിൽ അക്രമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറങ്ബാമിലാണ്. അവിടെ കർഷകർ നെൽകൃഷി വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് സായുധധാരികളായ അക്രമികൾ ഈ കർഷകർക്ക് നേരെ വെടിവെപ്പ് നടത്തിയത്. തുടർന്ന് ഈ ശബ്ദം കേട്ട് ഉടൻ തന്നെ അസം റൈഫിൾ സംഭവ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. ഇവർക്ക് കനത്ത തിരിച്ചടി തന്നെ നൽകിയതായാണ് അസം റൈഫിൾസ് അറിയിക്കുന്നത്. സുരക്ഷാ സേന എത്തിയതോടുകൂടി ഈ അക്രമികൾ ഇവിടെ നിന്നും പിൻവാങ്ങുകയായിരുന്നു. തുടർന്ന് അസം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുകയും ഈ സായുധരായ അക്രമികളുടേതെന്ന് കരുതുന്ന ക്യാമ്പ് കണ്ടെത്തുകയും ചെയ്തു. ഈ ക്യാമ്പ് നശിപ്പിച്ചു എന്നാണ് അസം റൈഫിൾസ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഈ മേഖലയിൽ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇത്തവണ ഈ സംഘർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ കർഷകർക്ക് നേരെയായിരുന്നു വ്യാപകമായി തന്നെ അക്രമം ഉണ്ടായത്. കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ സമീപ പ്രദേശത്ത് നിന്നും വളഞ്ഞുകൊണ്ട് ഈ അക്രമകാരികൾ തോക്കുപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു. പലതവണ ഇത്തരത്തിൽ കർഷകർക്ക് നേരെ ഇത്തവണ ആക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇതിലെ മണിപ്പൂരിലെ തുടർ നടപടികൾ, സുരക്ഷ ശക്തമാക്കുന്നതിനുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചേരാനിരിക്കെ മണിപ്പൂരിൽ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. എസ് കെ എൻ, എന്തായാലും മണിപ്പൂരിൽ നിന്നുള്ള നേരിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് ലഭിക്കും.